Hello, good morning. Good morning, ma'am. Good morning, ma'am. Yes, എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും? പഠിച്ചു കഴിഞ്ഞോ? No, ma'am. പഠിച്ചുകൊണ്ടിരിക്കുന്നു. Yes, ma'am. പഠിക്കണ്ടല്ലോ അല്ലേ? പഠിക്കണം. വെറുതെ നമ്മള് എന്താ പറയാ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ആവരുത് നമ്മുടെ പഠിത്തം. മൊത്തത്തില് നമ്മള് എന്താണ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ തൽക്കാലത്തേക്ക് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശരിക്കുള്ള എക്സാം വരുമ്പോ അതൊന്നുകൂടി ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് സമയം ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോ ഒന്നാമത്തെ മൊഡ്യൂളില് രണ്ടാമത്തെ മൊഡ്യൂളിലൊക്കെ അങ്ങനെ എണ്ണം കുറവാണ്. ഓരോന്ന് വെച്ച് നമുക്ക് ഇനി മോഡൽ എക്സാമും അതിന്റെ ഫൈനലൊക്കെ വരുമ്പോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ചാപ്റ്റേഴ്സിന്റെ എണ്ണം വീണ്ടും കുറഞ്ഞിട്ടാണല്ലോ എക്സാം വരുന്നത്. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മള് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് മൊത്തത്തില് എല്ലാ ചാപ്റ്റേഴ്സും അതിന്റെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ച് വായിച്ചു നോക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറയാ നമ്മള് LKG UKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഉത്തരം എന്നതാണെന്നും വായിച്ചു പഠിക്കരുത്. അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മള് ശരിക്കും നന്നായിട്ട് വായിച്ചു നോക്കുക. തന്നിരിക്കുന്ന നോട്ട്, ആ നോട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നോടത്തും ഒക്കെ നമ്മളത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഓരോ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഉത്തരം ഇന്നത് അങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ കാര്യം മനസ്സിലാക്കാനും പിന്നീട് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. എക്സാമിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഒരു എവിടെയെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ ജോലി കിട്ടി കഴിയുമ്പോൾ എന്താണ് സംഭവം എന്നറിയാതെ നമുക്ക് അവിടെ പോയിട്ട് അഡ്മിനിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്തൊക്കെയുണ്ട് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഈ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ പരിചയപ്പെട്ടത്. എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ പരിചയപ്പെട്ടു. തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലൊക്കെ കുറെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, പബ്ലിക് റിലേഷൻസ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ അങ്ങനെയുള്ളത് കുറെയൊക്കെ അങ്ങനെയുള്ളത്. അതായത് എല്ലാ ഓർഗനൈസേഷനെയും ബാധിക്കുന്ന, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല മറ്റ് ബിസിനസ് സംരംഭങ്ങൾക്ക് കൂടി വേണ്ടി വരുന്ന മാനേജ്മെന്റുകൾ നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളിൽ പഠിച്ചു. അപ്പൊ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകൾക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ഒരുങ്ങേണ്ടത് അല്ലെ? അപ്പൊ അത് കുറച്ച് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് അറിയാം. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കുറച്ച് എന്താ പറയാ ടഫാണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ. നമുക്കറിയാം. കാരണം എന്താണെന്നറിയോ, അതെന്താ ഒരു ടഫായിട്ട് നമുക്ക് തോന്നണേന്നറിയോ? മറ്റേതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ച് അതിന് എന്താ പറയാ അത് പഠിക്കാൻ പറ്റും. ഹോസ്പിറ്റലിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, CFSD അല്ലെ, അതുപോലെ റേഡിയോളജി വിഭാഗം, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എക്സാമ്പിൾ സഹിതം ഇന്ന രോഗം, ആ രോഗത്തിന് ഇന്ന ചികിത്സ, ഇതിന്റെ ഡയഗ്നോസിസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത് എന്നൊക്കെ മനസ്സിലാക്കി എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷെ ഈ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ ഒരു എന്താ പ്രശ്നം എന്നറിയോ? അത് എന്താ പറയാ, അത് നമുക്ക് അവിടെ വല്ല ട്രീറ്റ്മെന്റുകളോ മറ്റൊന്നുമല്ല. അവിടെ കൊടുക്കുന്ന ചില സേവനങ്ങൾ, ഇപ്പൊ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മാനേജ്മെന്റ് അല്ലെ, മെറ്റീരിയൽസ്, ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടോ അതിന്റെ സ്റ്റോക്ക് സംബന്ധമായ കാര്യങ്ങൾ, അത് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്ന അതിന്റെ റെക്വിസിഷൻ സമർപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഉള്ളതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ നേച്ചർ, ഒരേ സ്വഭാവം അല്ല, ഡൈനാമിക് നേച്ചർ ആണ് മനുഷ്യന്മാർക്കുള്ളത് അല്ലെ? ഒരാളുടെ സ്വഭാവവുമായിട്ട് മറ്റൊരാളുടെ സ്വഭാവത്തിന് യാതൊരു സാമ്യതയും ഇല്ല. ചില സാമ്യതകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്താണ് സാമ്യമില്ലായ്മകളാണ് കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനെ വ്യത്യസ്ത മനോഭാവങ്ങളും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത സ്വഭാവ രീതികളുമുള്ള കുറെ മനുഷ്യന്മാർ ഒരു റൂഫിന്റെ കീഴിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ
അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ. മാത്രമല്ല അവർക്ക് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ചില വർക്കേഴ്സ് എംപ്ലോയീസ് ഒക്കെ അവരുടെ ജോലിയിൽ. അവർക്ക് ചിലപ്പോൾ കൂടുതൽ സ്ട്രെസ് തോന്നുന്ന ജോലിക്കാരുണ്ടാകാം. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് അവരെയും സാറ്റിസ്ഫൈഡ് ആക്കുക, വന്നു പോകുന്ന പേഷ്യൻസിനെ, അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസിനെയും സാറ്റിസ്ഫൈഡ് ആക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരം രീതിയിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളാണ്, അതൊക്കെയാണ് നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ ഇതെന്താ പറയാ ചില ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് രോഗമോ രോഗത്തിന്റെ ട്രീറ്റ്മെന്റുകളോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും ബുദ്ധിമുട്ടൊന്നുമല്ല അല്ലേ. അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ സമയം അപ്പൊ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് അനുസരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ വേറെ ടീച്ചറിന്റെ അവറാണ് എനിക്കറിയാം. പക്ഷെ നമ്മൾ എന്റെ ഫ്രൈഡേയില് അവർ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ടീച്ചർക്ക് ഇന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ലീവാണ്, അതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നോ ഇല്ലേ? തന്നു. അതിന്റെയൊക്കെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞോ ഇവിടെ? യെസ്. സോ ഇനി നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുക. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് അല്ലേ? ആണോ? നിങ്ങൾ കൺഫേം ചെയ്യും. യെസ്. പല സ്ഥലത്തും പല ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോ നിങ്ങൾ ഇനി അതെല്ലാം ചോദിച്ചേക്ക് പറയരുത്. മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എനിക്ക് പറഞ്ഞു തരണം. ഒരു 10 ക്വസ്റ്റ്യൻ വീതം ഞാൻ തരും. 10 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ട് അടുത്ത 10 ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ സമയം പോകാന്നല്ല, ആൻസേഴ്സ് ചിലപ്പോൾ എല്ലാത്തിന്റെയും കൂടി നമുക്ക് പറയാനായിട്ട് സാധിച്ചു വരില്ല അതിനുണ്ട്. അപ്പൊ ഇതാ റെഡി ആണല്ലോ? നോട്ട് ബുക്ക് ഒക്കെ വെച്ചിട്ട് വേഗം എഴുതിക്കോ. Dash are kept. Dash are kept. റെഡിയാണോ? പറയാണേ. റെഡിയല്ലേ? Dash are kept. Yes. Dash are kept as a guide. As a guide to consultants. 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 For the medical statistics research. For the medical statistics research. Medical statistic research. And the security of physician. Security of physician, hospital staff. Against unfair criticism. 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 Against unfair criticism. Next question. രണ്ടാമത്തെ question. When the options ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. ഓക്കെ. When the hospital lets in a patient. നമ്മൾ നോട്ടൊന്നും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത് നോക്കി വായിച്ചിട്ട് നിങ്ങൾ ആൻസർ തരാൻ നോക്കുക കേട്ടോ. When the hospital lets a patient. Lets, LETS. Lets in a patient. Lets in a patient. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ പ്രവേശിക്കാൻ അനുവദിക്കുമ്പോ it enters into a enters into a dash to provide services in the care and treatment. In the care, CARE, care and treatment. കഴിഞ്ഞോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി കഴിഞ്ഞോ? തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ.
Dash are normally a measure set by an expert authority, AUTHORIT വരും. Expert authority as the rule for measuring quantity and quality. എന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ ഗുണവും അതുപോലെ തന്നെ അതിന്റെ എണ്ണവും ഒക്കെ എന്താ പറയാ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില എക്സ്പേർട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില എന്താ പറയാ ലീഗലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില നിയമങ്ങൾ. അതിന്റെ പേര് ഒരു പ്രത്യേക പേര് പറയും. ഏത് ഓർഗനൈസേഷനിലും അങ്ങനെ ഒരു പേര് ഇത് നമ്മൾ സെറ്റ് ചെയ്യും നേരത്തെ തന്നെ. ആ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഏത് ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് according to the dash is normally a condition അതനുസരിച്ചിട്ടാണ് condition of licensing, accreditation, accreditation or payment of service. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ ലൈസൻസിങ്ങും അതുപോലെ തന്നെ അക്രഡിറ്റേഷനും അതുപോലെ തന്നെ അവർ നൽകുന്ന സേവനങ്ങൾക്കുള്ള പേയ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതനുസരിച്ച് ആ പറഞ്ഞ സാധനം അനുസരിച്ച് സാധനം അവിടെ വിട്ടുപോയിട്ട്. ഓക്കെ, എഴുതിയോ? നാലാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത പറയാണ്. കഴിഞ്ഞോ? എഴുതിയില്ല? according to dash is normally a condition of licensing, accreditation or payment of service. Next one, അടുത്ത question. A physician apostrophe S not a physician's assessment should be completed. A physician's assessment should be completed within the first dash of admission of inpatient. ഇൻപേഷ്യൻസുകളുടെ അഡ്മിഷന് കഴിഞ്ഞു കഴിയുമ്പോ അതിന് ഏകദേശം ഇത്ര ഡ്യൂറേഷൻ അവിടെ പറയുന്നത്. അതിന് ആ ഉള്ളില് ഫിസിഷ്യൻ അവരുടെ ആ പേഷ്യന്റിന്റെ അസസ്മെന്റ് നടത്തിയിരിക്കണം നിർബന്ധമായിട്ടും. അതിന് എന്താ പറയാ ഒരു റൂളാണ്. ആ ഒരു സമയത്തിനുള്ളില് നടത്തിയിരിക്കണം എന്നുള്ളതാണ് അസസ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. A dash is written at the termination of hospitalization,
termination of hospitalization. Hospitalization ആ ഒരു പ്രക്രിയ അവസാനിപ്പിക്കുക. അതാണ് ടെർമിനേഷൻ എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ. ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, നിർത്തുക എന്നൊക്കെയുണ്ട്. ഡാഷ് ഈസ് written at the termination of hospitalization, summarizing 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 the reason for hospitalization, comma, important findings, comma, treatment provided, etc. Treatment provided, etc. കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. Each patient will have one unit records and one dash used for all episode of care. care. Next question. According to numbering system, പ്രകാരം, according to numbering system, dash numbers are normally used for outpatients and inpatients. എത്രാമത്തെ ക്വസ്റ്റ്യൻ എപ്പോ ചെയ്ത്? 8 ആണോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ. Dash is designed. DESIGNED, designed with the importance identification. Dash is designed with the important identification information for each new patient. Registered in the central registration area. Next one. അടുത്തത് ഏതാ? Investigation reports of outpatients should be measured എന്നൊക്കെ അർത്ഥമാണ് കേട്ടാ. എന്താ പറയാ, അസസ് ചെയ്യുക, മെഷർ ചെയ്യുക എന്നൊക്കെയാണ്. സ്കെയിൽഡ് ബൈ dash in the specific patient records. Dash in the
specific patient records. Specific patient records. എഴുതില്ലോ? ആരെങ്കിലും ഏതെങ്കിലും എത്രാമത്തെങ്കിലും ക്വസ്റ്റ്യൻ എഴുതാത്തുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എഴുതിയവർ അതൊന്ന് ചെയ്ത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് തരും. ഓക്കെ, ഒന്ന് വേഗം ആൻസർ എഴുതി. 10 ആയില്ലേ ഇപ്പൊ? ആദ്യത്തെ 10 ആയില്ലേ? വേഗത ഉത്തരം പറഞ്ഞ എനിക്ക്. യെസ്, ജൽദി. ഉത്തരം പറയാമോ? വേഗം. ഒന്നാമത്തെ ആൻസർ അനീഷ പറയാമോ? ഒന്നാമത്തെ ആൻസർ. what is the first answer? മാം ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്, അപ്പൊ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. സൗമ്യ ആൻസർ പറഞ്ഞു, മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ഡാഷ് ആർ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു കൺസൾട്ടൻസ് ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. ഹോസ്പിറ്റലിലെ ഫിസിഷ്യന്മാര്, അതുപോലെ തന്നെ മറ്റ് ആൾക്കാര്, ജോലിക്കാര്, ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, ഇവർക്കൊക്കെ എതിരെ ഉണ്ടാകാവുന്ന ചില അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് അറിയാലോ അല്ലെ. ചില നമുക്കറിയാം മോശം കാര്യങ്ങളൊക്കെ വരും. എത്ര നല്ലത് ചെയ്താലും എവിടെയെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും മോശമായ കാര്യം നമ്മളെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരിക അല്ലെ. അത് വ്യക്തിപരമായി നോക്കിയാലും അങ്ങനെ തന്നെയാണ്, ഒരു ഓർഗനൈസേഷൻ, ഒരു ഫേമിനെ സംബന്ധിക്കുന്നതായാലും അങ്ങനെ തന്നെ. എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമുക്ക് എന്താ പറയാ, അങ്ങനെയുള്ള നെഗറ്റീവ്സ് ആയിരിക്കും ആളുകൾ കൂടുതൽ പൊക്കിക്കൊണ്ടുവരിക അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകാവുന്ന ക്രിറ്റിസിസംസിനെതിരെയൊക്കെ എന്താ പറയാ, ഇതുപോലെയുള്ള ഒരു ഗൈഡായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് മെഡിക്കൽ റെക്കോർഡ്. കാരണം അവർക്കെതിരെ ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ്, ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർജറിയോ മറ്റേതെങ്കിലും മരുന്നുകളൊക്കെ കൊടുത്തപ്പോ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയി വിചാരിക്കാം. ആരുടെ മെക്കിട്ട് കയറാൻ വരിക? എന്തായാലും ഹോസ്പിറ്റലുകൾക്ക് എതിരെയായിരിക്കും ആ പേഷ്യന്റിന്റെ എന്താ പറയാ റിലേറ്റീവ്സ് ഒക്കെ കൂടി തിരിയുക. ബിക്കോസ് അവര് കൊടുത്തതിന്റെ കാര്യം കൊണ്ടാണ്, അങ്ങനെയാണ്. ചിലപ്പോ രോഗിക്ക് അതിന് ചിലപ്പോ ആ ഒരു മരുന്നിനോ അതിനെന്തെങ്കിലും റിയാക്ഷൻ ഉള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളും വരുന്നതായിരിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയല്ല. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് അവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം ക്രിറ്റിസിസംസിന് നമ്മൾ ഇതുവരെയുള്ള കൊടുക്കുന്ന മരുന്നുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു പേഷ്യന്റിന് വേണ്ടി, ഇതെല്ലാം റെക്കോർഡ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നീടുള്ള വിശദമായ പഠനങ്ങൾക്കും റിസർച്ചിനായിക്കോട്ടെ, കണക്കെടുപ്പിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽസിനെതിരെയോ അവിടുത്തെ ഡോക്ടേഴ്സിനെതിരെയോ അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫിനെതിരെയോ ഉണ്ടാകാവുന്ന ഇത്തരം വിമർശനാത്മകമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കും. സോ മെഡിക്കൽ റെക്കോർഡ് ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ എല്ലാവർക്കും? അടുത്ത ആൻസർ പറയാമോ സബീന? വേഗം. യെസ്, സെക്കൻഡ് ആൻസർ അവിടെ പറഞ്ഞു ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞത്, നമുക്ക് ശരിക്കും അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് നമുക്കറിയാം, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുന്നത് വെറുതെ അല്ല അല്ലെ. ഹോസ്പിറ്റലിൽ ഒപിയിൽ ടിക്കറ്റ് എടുക്കുന്നു, ഒപിയിൽ ടിക്കറ്റ് എടുത്ത് അവിടെ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാൻ, ഡോക്ടറിന് വിശേഷം അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ് നടക്കുന്നത് അല്ലെ. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ കയറി ചെല്ലുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അസുഖത്തിന് നമ്മുടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ സ്വീകരിക്കാനാണ് ചെന്നേക്കണേ. അത് അവിടെ പറയാൻ തന്നെ ഡോക്ടറുടെ മുമ്പിൽ ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പൊ തന്നെ ഡോക്ടർ ചോദിക്കാൻ എന്താ അസുഖം ഇതൊക്കെയല്ലേ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഇന്നതാണ്, കഴിഞ്ഞ ദിവസം തുടങ്ങി പനിയാണ്, ചുമയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പറയുമ്പോൾ ഈ ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കും, അല്ലെങ്കിൽ എന്താ വന്നേ, വെറുതെ വന്നപ്പോ പോയപ്പോ ചെറിയതാണോ എന്നൊക്കെയാണോ ഡോക്ടർ ചോദിക്കുക? തീർച്ചയായിട്ടും അല്ല. അപ്പൊ ദർ ഇസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. അതായത് അവിടെ ഒരു ചെന്നിരിക്കുമ്പോ, അല്ലെങ്കിൽ ഡോക്ടർ ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ ചീട്ടെടുത്ത് കയറുമ്പോ അവിടെ ഹോസ്പിറ്റൽസ് തമ്മിൽ ഒരു കോൺട്രാക്ട് ആണ് വരുന്നത്. എന്ത് കോൺട്രാക്ട്? ഒരു കരാറാണ്. എന്ത് കരാറ്? ഞങ്ങള് നിങ്ങളെ ശുശ്രൂഷിക്കാം, നിങ്ങൾക്ക് എന്താ രോഗം എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്ത് തരാം എന്നുള്ളൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ കയറുന്നുണ്ട് അല്ലെ. ബസ്സിൽ കയറിയിട്ട് അവിടെ എല്ലാ സീറ്റും നിറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കാനാണ് നമ്മൾ കയറുന്നത്. അല്ല, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബസ്സിനകത്ത് കയറി ഒരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് ചെന്ന്
ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് ഇതുപോലെ തന്നെ ഒരു എംപ്ലോയിഡ് കോൺട്രാക്ട് അവിടെ നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ എംപ്ലോയിഡ് കോൺട്രാക്ട് ഇൻഡെക്സ്? അവിടെ എന്താ എംപ്ലോയിഡ് കോൺട്രാക്ട്? ബസ്സുകാരും നമ്മൾ ഒരു എംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ബസ്സുകാരൻ നമ്മൾ കൊടുക്കുന്ന ആ ഫെയറിന് നമ്മളെ അവര് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേക്കാം, ആ ഒരു സ്റ്റോപ്പില് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്ട് ആണ്. പക്ഷെ അതവിടെ പറയുന്നത് അവിടെ എഴുതി തയ്യാറാക്കി വലിയ മുദ്രപത്രം എന്തെങ്കിലും മേടിച്ച് കോൺട്രാക്ട് അല്ലേ, എന്താ പറയാ എന്താണ് കരാറല്ലേ. അപ്പൊ കരാറിന് സാധാരണ നമ്മളിങ്ങനെ ഡോക്യുമെന്റ് ആയിട്ട് തെളിവിന് വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് സൈൻ ചെയ്ത് സീലൊക്കെ വെക്കണം അല്ലെ. പക്ഷെ ഇതൊന്നും അവിടെ ആവശ്യമില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ പൈസ കൊണ്ട് ബസ്സിനകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെ ഒരു കരാർ അവിടെ ഇംപ്ലൈഡ് ആയിട്ട് വരുന്നത്. മനസ്സിലായി? കരാറുകൾ പല രീതിയിലുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ്. ചില കരാറുകൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഒരു വീട് വാങ്ങിക്കാൻ നടക്കുന്നു. വീട് വാങ്ങിക്കാൻ നടക്കുമ്പോ എനിക്ക് പറ്റിയൊരു സെല്ലറിനെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് വാങ്ങിച്ച് എനിക്ക് ഇന്ന വീട് ഇഷ്ടപ്പെട്ടു, വർക്ക് കൊണ്ടും അതുപോലെ നല്ല എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഓക്കെയാണ്, ബോത്ത് പാർട്ടീസിനും ഓക്കെയാണ്, വാങ്ങിക്കാൻ ചെല്ലുന്നതിനും വിൽക്കാനും. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മള് നിങ്ങൾ തന്നേക്ക് നമ്മുടെ കാശ് അങ്ങോട്ട് കൊടുത്ത് പോകാണോ? അല്ല, അവിടെ ഒരു കരാറുണ്ട്, അവിടെ ഒരു എഗ്രിമെന്റ്. നമ്മൾ നേരിട്ടത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കൂ എന്ന് പറയുന്നതും അതിലൊരു ഡോക്യുമെന്റ് ഉണ്ട് അല്ലെ. അവരുടെ ഈ സാധനം ഒരു ഡോക്യുമെന്റ് നമുക്ക് കൈമാറണം. അവരുടെ വസ്തുവിന്റെ എന്താ പറയാ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, പറയുന്ന ആധാരം. അതന്നെ ആധാരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൈമാറാനുണ്ട്. അതൊക്കെ റിട്ടേൺ അഗ്രിമെന്റിൽ തന്നെ എഴുതി വാങ്ങിച്ച് സീൽ ചെയ്ത് മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയാണ് അത് ചെയ്യുക. അത് ഇംപ്ലോയിഡ് കോൺട്രാക്ടില്ല, അപ്പൊ റിട്ടേൺ അഗ്രിമെന്റിലാണ്. അപ്പൊ അതുപോലെയുള്ള കോൺട്രാക്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഹോസ്പിറ്റൽസിൽ വരുമ്പോ അത് കൊടുക്കുന്നത് ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ബിഹേവിയറിൽ നിന്ന് they can understand that there is an agreement. അവിടെ ഒരു കരാർ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മുടെ ബിഹേവിയറിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ് ആൻസർ എന്ന് പറയാം കേട്ടാ. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ ആൻസർ പറഞ്ഞേ അഞ്ജലി. സ്റ്റാൻഡേർഡ്സ് ആണ് മൂന്നാമത്തെ ആൻസർ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാൻഡേർഡ്സ് ആണ്. എന്താണ് സ്റ്റാൻഡേർഡ്സ്? സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ സെറ്റ് ഓഫ് മെഷർമെന്റ്. അതായത് നേരത്തെ കൂട്ടി നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുകയാണ്, ഇന്നൊരു കാര്യം പ്ലാൻ ചെയ്യാണ്. സോ ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം തന്നെ അസ്യൂം ചെയ്ത് വെക്കും, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കും അല്ലെ. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന്റെ അബൌവിലേക്ക് കയറാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നർത്ഥം. മനസ്സിലായോ? അത് എന്ത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ചില എന്താ പറയാ എണ്ണമോ അതുപോലെ ക്വാളിറ്റിയോ മറ്റോ ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഗോളിലേക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ അത് മൂന്നാമത്തെ ഉത്തരം, സ്റ്റാൻഡേർഡ്സ്. ഇനി അടുത്തതാ അതും സ്റ്റാൻഡേർഡ്സ് തന്നെ. അതെ, സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ്, അതായത് നിലവാരം അനുസരിച്ച് ഓരോന്നും കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്താൻ സാധിച്ചാൽ നമുക്ക് എന്താ പറയാ ലൈസൻസിങ്, അക്രഡിറ്റേഷൻ, പിന്നെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള പേയ്മെന്റുകൾ ഇതൊക്കെ നൽകുന്നത് ആ സ്റ്റാൻഡേർഡ് ബേസിസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, എ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് അവേഴ്സ് ഓഫ് അഡ്മിഷൻ. ഇൻപേഷ്യന്റ് ആകുന്ന പേഷ്യൻസിന് അവര് എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ആളെ എവിടെയെങ്കിലും കിടത്തിയല്ലാണ്. പക്ഷെ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ബിസിയാണ്. എങ്കിലും 24 മണിക്കൂറിനുള്ളിലെങ്കിലും ആ ഒരു ഇൻപേഷ്യന്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റിന് ചെന്ന് നോക്കുക, പരിശോധിക്കുക, അസസ്മെന്റ് ചെയ്യുക, ആൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ചുള്ള ചികിത്സ പ്രൊവൈഡ് ചെയ്തിരിക്കണം 24 മണിക്കൂറിനുള്ളിൽ. 2 ദിവസമായിട്ടൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടിട്ട് ഡോക്ടേഴ്സും ആരും തന്നെ അവരെ ട്രീറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പാടില്ല എന്ന്. 24 hours is the correct answer. Next one. അടുത്ത എന്താ? ഡാഷ് ഈസ് റിട്ടേൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മുടെ ഹോസ്പിറ്റലൈസേഷന്റെ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയത് ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, ടു സ്റ്റോപ്പ്. ആ ഒരു പ്രവർത്തനം എന്താണോ ചെയ്തിരുന്നത്, അഡ്മിഷൻ ചെയ്തിരുന്ന അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ പേഷ്യൻസ് എന്ന് വിളിക്കുക. അങ്ങനെ ചെയ്തിരിക്കുന്നവരെ നമ്മൾ എന്താ പറയാ ടെർമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു ഇൻപേഷ്യന്റ് എന്നുള്ള കാര്യം മാറ്റുന്നു, ഇല്ലാതാക്കുന്നു. അപ്പൊ പേഷ്യന്റിനെ റിലീസ് ചെയ്യാണ്. അപ്പൊ എഴുതുന്ന ഒരു ഡോക്യുമെന്റ്, അതിനെ പറയുന്ന പേരാണ് ഡിസ്ചാർജ് സമ്മറി എന്ന്. ഓക്കെ, ദെൻ അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതും അതിനകത്ത് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടാകും ഡിസ്ചാർജ് സമ്മറിയിൽ? ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്ത് കാരണം കൊണ്ട് ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചത്. പിന്നെ
അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റിന്റെ അവസ്ഥ എന്തായിരുന്നു, ഭയങ്കര തീരെ മോശം അവസ്ഥയിലായിരുന്നോ, പിന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് സർജറീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാ കൊടുത്തത് അത്, മെഡിസിൻസ് കൊടുത്തത് അത്, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് മാത്രമല്ല ചിലപ്പോൾ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഫാമിലി മെമ്പേഴ്സിലേക്ക് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കണം. ഏതിനകത്ത്? ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജ് സമ്മറിക്കാതെ. നെക്സ്റ്റ് വൺ അടുത്തേതാ? പെർമനന്റ് നമ്പർ ആണ്. ഓക്കെ, ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് റെക്കോർഡ്. എല്ലാ പേഷ്യൻസിനും 1 യൂണിറ്റ് റെക്കോർഡ് ആണ് ഉണ്ടാവേണ്ടത്. അതിന് ഒരു പെർമനന്റ് നമ്പറും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഫുൾ എപ്പിസോഡിൽ എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ കാർഡ് ഓർ നമ്പർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇൻ നമ്പറിംഗ് സിസ്റ്റം. അക്കോർഡിംഗ് ടു നമ്പറിംഗ് സിസ്റ്റം, നമ്പറിംഗ് സിസ്റ്റത്തിന് അനുസരിച്ച് ഡാഷ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ്. ഏത് നമ്പർ ആണ് ഉപയോഗിക്കുന്നത്? മിക്കവാറും 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതിന്റെ കുറച്ച് ഫോർമാറ്റുകളൊക്കെ നമ്മൾ ഇതിന്റെ പാഠത്തിന്റെ ബാക്കി സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പേഷ്യന്റ് ഇൻഡെക്സ്, മാസ്റ്റർ ഇൻഡെക്സ് ആണ് അല്ലെ. അതായത് ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങി സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ, അതായത് പൊതുവായിട്ട് ഒരു രജിസ്ട്രേഷൻ ഏരിയയിൽ അവിടെ പേഷ്യന്റിന്റെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെട്ടെന്ന് ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുക. ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കും. ആ ഒരു രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഇടം, ആ ഒരു ഇൻഡെക്സ്, അതിനെയാണ് നമ്മൾ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് വിളിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ പേഷ്യന്റ് റെക്കോർഡാണ്. പേഷ്യന്റ് റെക്കോർഡ് ഏതായിരുന്നു? പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളൊക്കെ അല്ലെ, അതായിരുന്നു ചോദ്യം. ഇല്ലല്ലോ ചോദ്യം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻസർ വരേണ്ടത്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മെഷർ ചെയ്ത് സ്കെയിൽ ചെയ്ത് നമ്മൾ ഓരോ പേഷ്യൻസിന്റെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ചിലപ്പോൾ മെഷർ ചെയ്ത് അസസ് ഒക്കെ ചെയ്തിട്ട് അതെല്ലാം തന്നെ ഓരോ പേഷ്യന്റിന്റെ റെക്കോർഡ്സിനകത്ത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് അത് എവിടെ സൂക്ഷിക്കണം? MRD-യില്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനകത്ത് സൂക്ഷിക്കണം എന്നാണ്. ഓക്കെ, ലാസ്റ്റത്തെ ചോദ്യമല്ലേ ഇപ്പൊ വായിച്ചത്? 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ വായിച്ചത്? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ, വേഗം പെട്ടെന്ന് പോ. Next one, dash number of copies, dash number of copies should be received by the hospital, should be received by the hospital in case of referral of a patient. റെഫറൽസുമായിട്ട് വരുന്ന പേഷ്യൻസ്, റെഫറൽ എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലിനിക്കുകളിൽ നിന്നോ മറ്റു സ്ഥലത്തു നിന്നൊക്കെ റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് റെഫറൻസ് ഓഫ് പേഷ്യൻസ്. നെക്സ്റ്റ് വൺ, അടുത്തത് all dash reports of a casualty patient are affixed to the affixed to the casualty form. Affixed to the casualty form. Next one. The dash will be working around the clock. Dash will be working around the clock.
dash will be working around the clock and is responsible for the admission of patients. Is responsible for the admission of patients. Next one. Okay, next one. Dash patients are who ran away from the hospital or found to be missing from the ward. Found to be missing from the ward. W-A-R-D, ward. Yeah. Yes. In the absence, A-B-S-E-N-C-E, absence of dash, the declaration by the patients. In the absence of dash, the declaration by the patients can be recorded in the presence of P-R-E-S-E-N-C-E, recorded in the presence of treating physician, T-R-E-A-T-I-N-G, treating physician, comma, nurse, and the hospital administrator. Okay, next one. Next one. The dash record should be kept by the MRO, medical record officer, MRO. Dash record should be kept by the MRO without filing, and should promptly trace out the original record. Next one. Next one. Dash register should be retained in the R-E-T-A-I-N-E-D, retained in the accident and emergency departments. Dash register should be retained in the accident and emergency departments under the control of
under the control of Chief Medical Officer. Chief Medical Officer. Next one. Dash are those who. Dash are those who are. Dash are those who are looking after the patients. Looking after the patients. Looking after the patients in medical, nursing, paramedical personnel, PERSONNEL ആണ് ട്ടോ, തൊഴിലാണ് ഉദ്ദേശിക്കുന്നത്. Paramedical personnel and the staff of MRD. And the staff of MRD. Next one. Events of, event, EVENTS, events of dash have to be reported to civil registration authorities. To civil, CIVIL, civil registration authorities. എത്ര ക്വസ്റ്റ്യൻ ആയി? രണ്ടാമത് പറഞ്ഞപ്പോ എത്ര ക്വസ്റ്റ്യൻ ആയത്? ആദ്യം 10 കഴിഞ്ഞു, അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു, അതെണ്ണണ്ട. ഇതിപ്പോ രണ്ടാമത് പറഞ്ഞപ്പോ എത്ര ആയി? 9. ഒരെണ്ണം കൂടി ഇതാ. യെസ്, ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ കഴിഞ്ഞിട്ട് അടുത്തത്. It is the duty of dash. It is the duty of dash to describe the patient. To describe the patient. To describe the patient. The contents, CONTENTS, contents of admission form and its purpose. Admission form and its purpose. Admission form എന്തിനാണ്, അതിന്റെ അതെന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി ഉള്ള ഒരാളുണ്ട് അവിടെ. അത് ആരാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നൗ യു നീഡ് ആൻസേഴ്സ്. പെട്ടെന്ന് ഓരോന്ന് വായിച്ചു നോക്കി ഉത്തരങ്ങൾ വേഗം പറഞ്ഞേ. ഒന്നാമത്തെ തുടങ്ങി ആൻസർ പറയാം. യെസ്, ഒന്നാമത്തെ ആൻസർ 3 copies എന്നാണ്. എന്തായിരുന്നു ചോദ്യം? എത്ര കോപ്പീസ് വെക്കണം എന്നാണ് ചോദ്യമായിരുന്നത് അല്ലെ? ഡാഷ് നമ്പർ ഓഫ് കോപ്പീസ് എന്നാണ് പറഞ്ഞത് ഞാൻ. ഓക്കെ, അതായത് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസിനകത്താണോ വന്നേക്കണേ? അതായത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ, സോറി അതല്ലല്ലോ, റെഫറൻസ് ആയിരുന്നു അല്ലെ ചോദ്യം. ഓക്കെ, ഡാഷ് നമ്പർ ഓഫ് കോപ്പി ഷുഡ് ബി റിസീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിന് കിട്ടേണ്ട എത്ര കോപ്പികളാണെന്ന്, എവിടെന്ന്? റെഫറൻസുമായിട്ട് വരുന്ന പേഷ്യൻസ്, മറ്റ് ക്ലിനിക്കുകളിൽ നിന്നോ ഒക്കെ വരുന്ന പേഷ്യൻസിന്റെ കേസസിൽ അവർ എത്ര കോപ്പി അതിന്റെ വെക്കണം എന്നാണ്. 3 copies ആയിരുന്നു ആൻസർ. വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ് വൺ വേഗം പറ. ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണോ എഴുതിയേക്കണേ? അതെ. ഡാഷ് all dash reports of a casualty patient are affixed to the casualty form. കാഷ്വാലിറ്റിയുടെ ഫോം ഉണ്ടല്ലോ, അതിന്റെ കൂടെ
ചില കാര്യങ്ങൾ കൂടി അതിന്റെ ഒപ്പം ഫിക്സ് ചെയ്തിരിക്കണം, കൂട്ടി വെച്ചിരിക്കണമെന്ന് സ്റ്റാപ്ലറൈസ് വെച്ചേക്കണം. അതെന്താ അവിടെ നടത്തിയ കാഷ്വാലിറ്റിയിൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളുടെ ഒക്കെ കോപ്പി അല്ലെങ്കിൽ അതൊക്കെ ആ റിപ്പോർട്ട് അവിടേക്ക് എന്തൊക്കെയാ നടത്തിയെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ അതിന്റെ കൂടെ ആ ഫോമിന്റെ കൂടെ എന്ത് ചെയ്യണം, ആ പേഷ്യന്റിന്റെ ഫോമുകളുടെ കൂടെ എന്ത് ചെയ്തിരിക്കണം, ഫിക്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അഡ്മിഷൻ ഓഫീസ് ആണ്. അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അഡ്മിഷൻ ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് എപ്പോഴും 24 മണിക്കൂറും എന്താ പറയാ നിരതമായിരിക്കും അല്ലെ, പ്രവർത്തന നിരതമായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours സർവീസസ് ആണ് അവിടെ. അഡ്മിഷൻ എപ്പോ വരും എന്ന് പറയാൻ പറ്റൂല, പേഷ്യൻസ് എത്ര പേര് എപ്പോഴൊക്കെ അഡ്മിറ്റഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എപ്പോഴും 24 hours അവിടെ പ്രവർത്തനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നത്, അതിന് ഈ പറയുന്ന ഓഫീസിലുള്ള ആളുകളാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം absconded patients ആണ്. Those who are run away patients, those who run away from the hospital or missing from the ward. വാർഡുകളിൽ നിന്ന് കാണാതാകപ്പെടുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആരോടും പറയാണ്ടും മിണ്ടാണ്ടൊക്കെ അവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് പോകുക, കാണപ്പെടാതെ പോകുക, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതല്ല, അവിടുന്ന് നഷ്ടപ്പെട്ടു പോകുക. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ്, അത്തരം പേഷ്യൻസിനെ വിളിക്കുന്ന പേരാണ് absconded patients. Next one. മജിസ്ട്രേറ്റ് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിന്റെ അഭാവത്തില് ഏതെങ്കിലും പേഷ്യൻസ് ഡിക്ലെയർ ചെയ്യാണ് അവരുടെ ഡെത്തിന് മുമ്പ് അവരുടെ എന്തെങ്കിലും വിൽ ഒക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് ആരുടെ പ്രസൻസിലാണ്, ആരുടെ സാന്നിധ്യത്തിലാണ് അത്തരം ഡിക്ലറേഷൻസ് പേഷ്യൻസ് നടത്തേണ്ടത്. തീർച്ചയായിട്ടും അത് മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം. ഓർ ബട്ട് ഇൻ ദ ആബ്സെൻസ്, എന്നാൽ ആ പറയുന്ന സമയത്ത് ഏതെങ്കിലും അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് മജിസ്ട്രേറ്റ് അവൈലബിൾ അല്ല എങ്കിൽ 3 പേര് അവിടെ സന്നിഹിതരായിരിക്കണം. അല്ലെങ്കിൽ ആ 3 പേരെന്തായാലും ഈ 3 പേരിൽ ആരെങ്കിലും ഉണ്ടായാൽ പോരട്ടാ, ആ രോഗിയെ നോക്കുന്ന ഫിസിഷ്യൻ, അതുപോലെ തന്നെ നേഴ്സ്, അതുപോലെ HR, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, HR അല്ലെ HA, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, നമ്മളെ പോലുള്ള ആൾക്കാര്, നമ്മളിത് പരിചയമാരായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായി. അപ്പൊ ആ പറയുന്ന രോഗി ഏതെങ്കിലും തരത്തിലുള്ള ഡിക്ലറേഷൻ നടത്തുന്ന സമയത്ത് മജിസ്ട്രേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന 3 ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടായിരിക്കണം പേഷ്യന്റ് ഡിക്ലറേഷൻസ് നടത്തേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അതെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്താണ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ MRO, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി താൽക്കാലികമായിട്ട് ചില മിസ്സിംഗ് റെക്കോർഡ്സ് വന്നാലത്തെ പ്രശ്നമാണ് അത് കേട്ടോ. ചില റെക്കോർഡൊക്കെ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് റീകളക്ട് ചെയ്ത് എവിടെന്നെങ്കിലൊക്കെ അവിടുന്നൊക്കെ സംഘടിപ്പിച്ച് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി താൽക്കാലികമായിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആള് എന്ത് ചെയ്തോണം, തീർച്ചയായിട്ടും ആ ഒറിജിനൽ കോപ്പീനെ ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഒറിജിനൽ കോപ്പിയാണ് ഫയൽ ചെയ്യേണ്ടത്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അല്ല. നെക്സ്റ്റ് വൺ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആണ്. യെസ്, സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്താ പറയാ ഈ നമ്മുടെ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില രോഗികളെയൊക്കെ കൊണ്ടുവരുമ്പോ നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുമ്പോ ആക്സിഡന്റ് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തൊക്കെ ചിലപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസിന്റെ ഒക്കെ ആവശ്യം വരും, ലീഗലായിട്ട് നിയമപരമായിട്ട് നീങ്ങേണ്ട ചില കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ റിട്ടൈൻ ചെയ്തിരിക്കണം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഓതറൈസ്ഡ് സ്റ്റാഫ് ആണ്. ദോസ് ഹു ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യന്റ്. ആരാണ്? ബന്ധപ്പെട്ട എന്താ പറയാ സ്റ്റാഫ്, ബന്ധപ്പെട്ട അധികാരമുള്ള സ്റ്റാഫ്. അധികാരമുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വളരെ കോൺഫിഡൻഷ്യൽ ആയി വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. പക്ഷെ എന്നാൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്നേക്ക് വെക്കണമെന്നാണോ? അല്ല, ചില പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇത്തരം ഇൻഫോർമേഷൻസ് ചിലപ്പോൾ പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അധികാരപ്പെട്ട ആ ഒരു സ്റ്റാഫുകൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ഓതറൈസ്ഡ് സ്റ്റാഫിന് മാത്രമേ. എന്ന് പറയുമ്പോൾ ഓതറൈസ്ഡ് സ്റ്റാഫ് ആരൊക്കെ വരുന്നതാണ് പറഞ്ഞേക്കണേ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, നേഴ്സ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, മറ്റേതെങ്കിലും ടെസ്റ്റുകൾ മറ്റേത് നടത്തിയിരിക്കുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവര്, പിന്നെ MRD മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന അവരുടെ സ്റ്റാഫ്. ഓക്കെ, തീർന്നോ? ഇല്ല. അടുത്ത ഉത്തരം അറ്റ് ദ ടൈം ഓഫ് സച്ച് ഇവന്റ്സ്, അതായത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില പ്രത്യേക ഇവന്റുകളൊക്കെ നടക്കുമ്പോൾ അത് നമ്മൾ
എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും ചില സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യണം അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാ ബർത്ത്, നമ്മുടെ ബർത്തുമായി ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീനെ ഈ പറയുന്ന വിവരം അറിയിച്ചിരിക്കണം അല്ലെ. ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേക ഇവന്റുകളെല്ലാം തന്നെ ഡെത്ത്, ബർത്ത്, പോയിറ്റൽ ഡെത്ത്, ഇത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ മരിച്ചുപോയി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസിൽ അറിയിച്ചിരിക്കണം. either directly by the patients or by the family members. നമ്മള് നേരിട്ട് എന്താ പറയാ ഈ പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ വഴിയായിട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ അടുത്തത് അഡ്മിഷൻ ക്ലർക്ക് ആണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക്. അഡ്മിറ്റ് ചെയ്യുന്ന ക്ലർക്ക്, അഡ്മിഷൻ ഓഫീസിൽ ഒരു അഡ്മിഷൻ ക്ലർക്ക് ഉണ്ടായിരിക്കും. പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ മാറ്റി കഴിയുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അഡ്മിഷൻ ക്ലർക്ക് ചില കാര്യങ്ങൾ ഈ പറയുന്ന പേഷ്യൻസിനെ വ്യക്തമാക്കി കൊടുക്കണം. അഡ്മിഷൻ ഫോം ആണെന്നും അതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതിയേക്കണേ, അതിന്റെ കാര്യകാരണ സഹിതം അവരെ വായിച്ചൊക്കെ കേൾപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല അല്ലെ. പിന്നെ മാത്രമല്ല ചിലപ്പോൾ വായിക്കാൻ അറിയുന്നവരും മനസ്സിലാക്കാൻ കഴിയുന്നവരാണെങ്കിലും ആ പ്രത്യേക അവസ്ഥയിൽ ചിലപ്പോൾ അവരെ കൊണ്ട് അത് സാധിച്ചു വരില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ടാണ്. അല്ലാതെ വെറുതെ ഇവിടെ ഒപ്പിട്ടോ അവിടെ ഒപ്പിട്ടോ എന്നൊക്കെ പറയുകയല്ല ശരി. ഓക്കെ, ക്ലിയർ ആയോ? കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? അത്രയും പത്തെണ്ണം. ഓക്കെ, പിന്നെ നമുക്ക് കുറെ ക്ലിനിക്കൽ ഡാറ്റാസിന്റെ കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലൊക്കെ തന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ROS ഫുൾ ഫോം ഒക്കെ ചോദിച്ചിരുന്നോ? അന്ന് എഴുതി തന്നിട്ടില്ലേ? ROS, റിവ്യൂ ഓൺ സിസ്റ്റം. ROS ഒന്ന് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ROS, റിവ്യൂ ഓഫ് സിസ്റ്റം. അതായത് ഒരു എന്താ പറയാ കുറെ പേഷ്യൻസിന്റെ ബോഡി സിസ്റ്റം, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പല രോഗങ്ങളുടെ സിംറ്റംസ്, അവരുടെ രോഗകാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ്. കുറെ ഒരു ചോദ്യാവലിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതെ, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാഷ് അബൌട്ട് ദ പേഷ്യന്റ്, അത് കൂടെ എഴുതി വെച്ചോ. ഡാഷ് അബൌട്ട് ദ പേഷ്യന്റ്, ഡാഷ് about the patient, help the physician, in deciding, DECIDING, deciding a diagnosis, എന്തുതാ എങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ ഫിസിഷ്യൻസ് അതിന് സഹായിക്കുന്ന ഒരു സാധനമാണ്. ഏത് ആരെങ്കിലും ബേസ് ലൈൻ ഡാറ്റ. യെസ്, ബേസ് ലൈൻ ഡാറ്റ. ഒരു തുടക്കത്തിന് വേണ്ടിട്ടേ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു ഇതില്ലേ, കൺഫ്യൂഷൻസ് ഇല്ലേ, അതിന് വേണ്ടിട്ട് ഒരു ബേസ് ലൈൻ ഡാറ്റ എന്ത് ചെയ്യുന്നു, ഫിസിഷ്യൻസ് കളക്ട് ചെയ്യും. Then dash is a written or oral orders, oral, ORAL, oral order, ORDER, orders constituting the physician's physician apostrophes and the physician's direction to nursing and auxiliary service. ഇയാളെ ശുശ്രൂഷിച്ചോളൂ, ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിഷ്യൻ ഒരു ഡയറക്ഷൻ കൊടുക്കും അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിഷ്യൻസ് ഓർഡർ. വെരി ഗുഡ്, ഫിസിഷ്യൻസ് ഓർഡർ എന്നാണ്. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാഷ് കൺസിസ്റ്റ് ഓഫ് admission notes,
admission not, comma, follow up not, and a final note, admission note, follow up note, final note ഒക്കെ ഉൾപ്പെടുന്നത് എന്തിലാണ്? പ്രോഗ്രസ് നോട്ടിലാണ്. അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നോട്ടൊക്കെ തയ്യാറാക്കി ഇന്നതാണ് ഇയാളുടെ അവസ്ഥ, വന്നപ്പോൾ അവസ്ഥയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതൊക്കെ എഴുതി വെക്കണം. കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രസ് ആ പേഷ്യന്റിന് ഉണ്ടോ എന്ന് നമുക്ക് പിന്നീടുള്ള അസസ്മെന്റുകളിൽ നിന്ന് മനസ്സിലാകുക. അപ്പൊ തുടക്കം വന്നപ്പോ ഏത് സ്റ്റേജിലായിരുന്നു പോകുന്ന, ഫൈനൽ നോട്ടിൽ അദ്ദേഹം പോകുന്ന സമയത്തുള്ള ആളുടെ ആ ഒരു സിറ്റുവേഷൻ, സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കി അതും റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഫോളോ അപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നോട്ടുകളൊക്കെ കൃത്യമായി വെക്കും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഓരോ പേഷ്യൻസിനും ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണ് പ്രോഗ്രസ് നോട്ട്. പിന്നെ നമ്മൾ കുറെ പാത്തോളജി നോട്ട് റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഒക്കെ അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസിൽ തന്നിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അവിടെ വേറെ ആവശ്യമൊന്നുമില്ല. PPR ചാർട്ട് അറിയാലോ, ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേഷൻ, അതിനെ സംബന്ധിക്കുന്ന ചാർട്ടാണ്. അതിടയ്ക്കിടയ്ക്കൊക്കെ ഇൻപേഷ്യന്റ് ആയവരുടെ ഒക്കെ നോക്കി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അടുത്തതാണ് ഓപ്പറേഷൻ റിപ്പോർട്ടിൽ. ഓപ്പറേഷൻ ഞാൻ കുറെ MB നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവിടെ അല്ലെ. ഓരോ റിപ്പോർട്ടും അത് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അടുത്തത് ഒരെണ്ണം ഡാഷ് കൺസിസ്റ്റ് ഓഫ് background, dash consists of background, comma, social information and problems identified by the patient, comma, his family and the social worker, എന്താണത്? സോഷ്യൽ വർക്കറും പേഷ്യന്റിന്റെ ഫാമിലീസും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിന്റെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനെയാണ് നമ്മൾ സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് വിളിക്കുന്നത് കേട്ടോ. യെസ്, പിന്നെ ഫയലിംഗ് നമ്പർ, സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ഒക്കെ ഇല്ലേ, അത് ഓരോ രീതിയിലുണ്ടല്ലോ. സീരിയൽ നമ്പറിംഗ്, യൂണിറ്റ് നമ്പറിംഗ്, സ്ട്രേറ്റ് ന്യൂമറിക്, ടെർമിനൽ ഡിജിറ്റ്, അത് ഓരോന്നും അതിന്റെ ആ സ്ട്രക്ചർ, നമ്പറൊക്കെ എങ്ങനെ ഇട്ടേക്കണേന്ന് ആ നമ്പറിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഏതെങ്കിലും ഒരു ഫോർമാറ്റ്, ഒരു സ്റ്റൈൽ തന്നിട്ട് അത് ഏത് വിഭാഗത്തിൽ, ഏത് നമ്പറിംഗ് സിസ്റ്റത്തിൽ പെടും എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. POMR ഫുൾ ഫോം, SOMR ഫുൾ ഫോം, ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ POMR പ്രധാനപ്പെട്ട പാർട്സ്, ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ, പ്രോഗ്രസ് നോട്ട്സ്, ഇതൊക്കെ പേരുകൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ സോപ്പിന്റെ ഫുൾ ഫോം, സോപ്പിംഗ് എന്താണ്? POMR ഫോർമാറ്റിൽ, പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റില് നമ്മൾ പ്രോഗ്രസ് നോട്ടുകളൊക്കെ എഴുതുന്നത്. എഴുതുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ സോപ്പിംഗ് എന്ന് വിളിക്കാം. അതും പഠിച്ചു വെച്ചോട്ടെ. സോപ്പ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പെടുന്നത്, അതിനകത്ത് പെടാത്തതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഇൻഷുറൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളുടെ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ ഐ തിങ്ക് അതിന്റെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട്. അതും വായിച്ചു പഠിക്കുക, മോക്ക് ടെസ്റ്റ് വായിച്ചു പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കുക, അതായത് നോട്ട്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്, പ്രിന്റഡ് നോട്ട് പഠിക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊക്കെ പരീക്ഷ എല്ലാവരും എഴുതാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നല്ല കുട്ടികളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി കയറി നമ്മളെ നിങ്ങൾ തിരിച്ചറിയുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത എന്തുകൊണ്ടാ?
നമ്മളിവിടെ വീഡിയോ നിങ്ങൾ ഓണാക്കാതെയാണല്ലോ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇത്രയും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മളെയൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്തെ ഏതെങ്കിലും വഴിയിലോ എന്തെങ്കിലും കണക്കൊന്ന് വന്ന് നിങ്ങളെ പരിചയപ്പെട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണുന്നത് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷന്റെ സെറമണി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അത് ആഗ്രഹമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണണമെന്ന് നേരിട്ട്. ഇത്രയും നാൾ നമ്മൾ ഒരു 6 മാസക്കാലം ഞങ്ങളുടെ മുഖം മാത്രം കണ്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നല്ലോ. പക്ഷെ നിങ്ങളുടെയൊക്കെ മുഖം കാണുന്ന നല്ല ആഗ്രഹമുണ്ട്. ആഗ്രഹം നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. Okay, I too will miss you all very badly. Okay, ഇനി നമുക്കപ്പൊ അങ്ങനെ കാണാനെങ്കിലും സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഒരു എന്താ പറയാ സ്റ്റേറ്റിന്റെ വിവിധ ഡിസ്ട്രിക്ട്സിലായിരിക്കുന്ന ഒത്തിരി കുട്ടികളുടെ ഒരു ടീച്ചർ ആകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല എന്ന് നമുക്കറിയാലോ അല്ലെ. നമ്മള് ഇട്ടാവട്ടത്തുള്ള ചില കുട്ടികളെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പല പല ക്ലാസ്സുകളും പഠിപ്പിക്കുന്ന ആളാണ് ഇപ്പോഴും. സ്റ്റിൽ ഞാൻ വേറെയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. അതൊക്കെ നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാം. എപ്പോഴും കുട്ടികളുമായിട്ട് ഒരു എന്താ പറയാ ഒരു ഇതൊക്കെ ഉള്ള ആളാണ് ഞാൻ. ചെറുത് മുതല് വലിയ കുട്ടികൾ വരെ ഡിഗ്രി PG ഒക്കെ വരെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും ഇന്റർഫിയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ